بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള വഴികൾ, കാരണങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട 25ഓളം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. 25 ഇൻഷാ അല്ലാഹ് ഇന്നത്തോടെ ഈ വിഷയം, അതായത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള വഴികൾ, മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന ഈ ചർച്ചാ വിഷയം നമ്മളിവിടെ ഈ മജ്ലിസോടുകൂടി അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 25 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 26ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള വഴികളിൽ 26ാമത്തെ കാര്യം അൽ അദ്ലു, നീതി പാലിക്കുക എന്നതാണ്. അൽ അദ്ലു ഖിലാഫുൽ ജൗരി വഹുവൽ മുസാവാത്തു ബിലാ ഹൈഫിൻ വലാ ജൗരിൻ. ഏത് രംഗത്താണെങ്കിലും അനീതിയോ അക്രമമോ ഇല്ലാതെ നീതിയിൽ നിലകൊള്ളുക. ആരാണോ എല്ലാ രംഗത്തും നീതി മുറുകെ പിടിക്കുന്നത്, ഒരാളോട് ദുൽമു ചെയ്യാതെ, അനീതി പ്രവർത്തിക്കാതെ നീതിയുക്തമായി ആരാണോ നിലകൊള്ളുന്നത്, മുൻഗാമികൾ പറഞ്ഞു അഹാത ബിഹി അത്തൗഫീഖു മിൻ കുല്ലി ജാനിബിൻ. അഹാത ബിഹി അത്തൗഫീഖു മിൻ കുല്ലി ജാനിബിൻ. അല്ലാഹുവിൻ്റെ തൗഫീഖ് എല്ലാ ഭാഗത്തു നിന്നും അവനെ വലയം ചെയ്യുന്നതാണ്. ഏത് രംഗത്തും ഏതാളോടും നീതിയിൽ മാത്രമാണ് നമ്മൾ നിലകൊള്ളുന്നത് എങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും അള്ളാഹുവിൻ്റെ തൗഫീഖ് നമ്മളെ വലയം ചെയ്യുമെന്നാണ്. ചിലർ പറഞ്ഞു ലിഅന്നൽ അദ്ല നിളാമുൽ വുജൂദി വബിഹി തൻതളിമു ശുഊനുൽ ഹയാത്ത്. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ നീതിയിലാണ് നിലകൊള്ളുന്നത്. നീതി ഇല്ലെങ്കിൽ ഇവിടെ മനുഷ്യന് നിലനിൽപ്പിനല്ല. മനുഷ്യ ജീവിതം അസാധ്യമാണ് നീതിയില്ലെങ്കിൽ. സാധിക്കുമോ? ആളുകൾ തമ്മിൽ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ, എല്ലാവരും തോന്നിയതുപോലെ അക്രമവും അനീതിയും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇവിടെ ഫൗളയായിരിക്കും, അരാജകത്വമായിരിക്കും. മാതാപിതാക്കൾ മക്കളോട് നീതി പാലിക്കണം, മക്കൾ മാതാപിതാക്കളോട് നീതി പാലിക്കണം, ഭാര്യ ഭർത്താവിനോട് നീതി പാലിക്കണം, ഭർത്താവ് ഭാര്യയോട് നീതി പാലിക്കണം. എന്നാലല്ലേ കുടുംബം നിലനിൽക്കുള്ളൂ. അയൽവാസികൾ തമ്മിൽ നീതി പാലിക്കണം, ഭരണാധികാരിയും ഭരണീയരും തമ്മിൽ നീതി പാലിക്കണം, മുതിർന്നവർ വലിയവരോട്, വലിയവർ മുതിർന്നവരോട്. ഇങ്ങനെ എല്ലാ രംഗത്തും എല്ലാ മനുഷ്യരും, കച്ചവടത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, രാഷ്ട്രീയത്തിൽ നീതിയില്ലെങ്കിൽ നാടും അതുപോലെ തന്നെ വീടും കുടുംബവും വ്യക്തിയും സമൂഹവും നിലനിൽക്കുകയില്ല. നീതിയിൽ നിലകൊള്ളുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ ആധാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ നമുക്ക് പരിചയമുള്ള ആയത്തിൽ പറഞ്ഞില്ല, വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ. അല്ലാഹു ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു. വവദഅൽ മീസാൻ, അവൻ മീസാനിനെ സ്ഥാപിച്ചിരിക്കുന്നു. പരിഭാഷ മറിച്ചു നോക്കി അതിന് തുലാസ് എന്നൊക്കെ കാണാം. അല്ല, മീസാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ മീസാൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അൽ അദ്ൽ. വവദഅൽ മീസാൻ എന്ന് പറഞ്ഞാൽ ശറഅൽ അദ്ല വഅമറ ബിഹിൽ ഖൽഖ്. അല്ലാഹു നീതി നിയമമാക്കിയിരിക്കുന്നു എന്നാണ്.
അള്ളാഹുവിന്റെ പടപ്പുകളോട് അത് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു മീസാൻ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ നീതി അള്ളാഹു നമ്മോട് കൽപ്പിച്ചു എന്നാണ്. സൃഷ്ടികൾക്കിടയിൽ നീതി പാലിക്കണം എന്നവൻ നിയമമാക്കി എന്നതാണ് അതിന്റെ അർത്ഥം. അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അള്ളാഹു സ്ഥാപിച്ച മീസാൻ, നീതിയാകുന്ന ഈ മീസാൻ, അതിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, ക്രമക്കേട് വരുത്തരുത്. അല്ലാ തത്ഗൗ ലിഅല്ലാ തതജാവസുൽ അദ്ല വൽ ഹഖ്, സത്യവും നീതിയും വിട്ട് നിങ്ങൾ പെരുമാറരുത്, ഇടപെടരുത്. സത്യവും നീതിയും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. സൂറത്തു നിസാഇൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഖിസ്തിൽ നിലകൊള്ളുന്നവരാകണം. ഖിസ്ത് എന്ന് പറഞ്ഞാൽ അൽ അദ്ൽ എന്നാണ് അർത്ഥം. ഇതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറയുന്നത് ഇവിടെ പറഞ്ഞ ഖിസ്തിൽ നിങ്ങൾ നിലകൊള്ളണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദിലിൽ നിലകൊള്ളണം. എന്താണ് അദിൽ എന്ന് പറഞ്ഞാൽ? നീതി. നിങ്ങൾ നീതി മുറുകെ പിടിക്കണം. ഖവ്വാമീന ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞാലോ, ഖവ്വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റത്തുൽ ഖിയാം എന്നാണ്. ഒരു സംഗതി അധികമായി ചെയ്യുന്നതിനാണെന്ന് പറയാം ഖവ്വാം എന്ന് പറയാം. ഒരാൾ ഒരു സംഗതിയിൽ അഡിക്റ്റ് ആവുമ്പോഴാണ് അയാളെ കുറിച്ച് ആ സംഗതിയിൽ ഖവ്വാം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഖവ്വാമീങ്ങളാകണം. എവിടെ? ബിൽ ഖിസ്ത്, നീതിയിൽ. നീതി വ്യാപകമായി നടപ്പിലാക്കുന്ന, നീതിയിൽ മാത്രം നിലകൊള്ളുന്ന, നീതി അധികരിച്ച് നടപ്പിലാക്കുന്ന നീതി നിർവാഹകരായി നിങ്ങൾ മാറണം മുഅ്മിനീങ്ങളെ എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ നീതി പാലിക്കാത്തവൻ മുഅ്മിനല്ല ഏത് രംഗത്തും. നമ്മുടെ വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന ഒരു കൂലിക്കാരനോടാണെങ്കിൽ പോലും, നമ്മളോട് കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്ന നമ്മുടെ ഏറ്റവും ചിരവൈരിയായ ശത്രുവാണെങ്കിൽ പോലും നമ്മൾ അവരോട് നീതി പാലിക്കണമെന്നാണ്. ശത്രുവാണെന്ന് വിചാരിച്ചിട്ട്, നമുക്ക് ഇഷ്ടമില്ലാത്തവനാണ്, വെറുപ്പുള്ളവനാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം ചെയ്യാന്നാ? ആണോ? നീതി എല്ലാ മനുഷ്യരോടും അതിൻ്റെ അളവിൽ പാലിക്കണമെന്നതാണ്. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്, വിശേഷണമാണ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ഹുജറാത്തിലൂടെ വഅഖ്സിതൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിങ്ങൾ നീതി പാലിക്കണം. ഖിസ്ത് എന്ന് പറഞ്ഞാൽ അദ്ൽ എന്നാണ് അർത്ഥം, നീതി പാലിക്കണം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നീതി പാലിക്കാത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടൂല. നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നീതി പാലിക്കാത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടും? ഇല്ല. അപ്പൊ നീതി പാലിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അവന്റെ മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു ഹദീസിൽ നീതി നിർവാഹകർക്കുള്ള സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നൽകുന്നതിനെ പറ്റി പറയുന്നു. തങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ, അത് കുടുംബത്തിന്റെ വിഷയത്തിലാകട്ടെ, മക്കളുടെയും ഭാര്യയുടെയും വിഷയത്തിലാകട്ടെ, താൻ ജോലി നിർവഹിക്കുന്ന സ്ഥാപനത്തിന്റെ വിഷയത്തിലാകട്ടെ, ഏതൊരു നിസാരമായ ഉത്തരവാദിത്വം ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉത്തരവാദിത്വം ഒരു നിലക്കുള്ള ഉത്തരവാദിത്വം അല്ലാത്ത ആരുമില്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും ഏതെങ്കിലും വിഷയങ്ങളിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരായിരിക്കും. അതിനെപ്പറ്റി എല്ലാം അവർ ചോദ്യം ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ, അതൊന്നോ രണ്ടോ ആളുകളുടെ വിഷയത്തിലാണെങ്കിൽ പോലും ഉത്തരവാദിത്വം നിർവഹിക്കാത്തവർ, നീതി കൈക്കൊള്ളാത്തവർ, ചില ഹദീസുകൾ കാണാം, അവർക്ക് ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഖ്സിതൂൻ, നീതി പാലിക്കുന്നവർ, നീതിയിൽ നിലകൊള്ളുന്ന ആളുകൾ, അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലതുഭാഗത്ത് ഉയരമുള്ള മിമ്പറുകളിൽ, മിമ്പർ എന്നാണ് അറിയില്ലേ, ഇത് നമ്മളെ മിമ്പറാണ്, അതായത് ഭൂമിയിൽ നിന്ന് ഉയർന്ന് സ്ഥാപിക്കുന്ന ഒരു പീഠം, അതിനാണ് മിമ്പർ എന്ന് പറയുക. ഇങ്ങനെ ഉയരമുള്ള സ്ഥാനങ്ങളിൽ അള്ളാഹുവിന്റെ വലതുഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നീതി പാലിക്കുന്ന അവന്റെ മുഅ്മിനീങ്ങളായിട്ടുള്ള അടിമകളെ ആദരിച്ചിരുത്തും, അവർക്ക് അവിടെ സ്ഥാനം നൽകും. വകിൽതാ യദൈഹി യമീനുൻ, അള്ളാഹുവിന്റെ ഇരുകരങ്ങളും വലതാണ്. അല്ലദീന യുഖ്സിതൂന ഫീ അഹ്ലീഹിം വമാ വല്ലൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മൾ കഴിഞ്ഞ ദർസിലും അത് സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയും എന്തെങ്കിലും വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ, അവൻ്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ, അവൻ എങ്ങനെയാണോ അത് അർഹിക്കുന്നത് അതുപോലെ അവനുണ്ട്. അതിൻ്റെ രൂപമോ അതിൻ്റെ കോലമോ അതിൻ്റെ വർണ്ണനയോ അള്ളാഹു അറിയിച്ചു തന്നതല്ലാതെ അതിനപ്പുറത്ത് നമുക്കറിയില്ല. അപ്പം അള്ളാഹുവിന് കരങ്ങളുണ്ട് എന്നത് അള്ളാഹു നമ്മെ അറിയിച്ചതാണ്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ കരങ്ങൾ അവന് യോജിച്ച രൂപത്തിൽ. അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും വലതാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിച്ച രൂപത്തിൽ. കാരണം ഇടത് എന്നത് ഒരു ന്യൂനതയാണ്. മനുഷ്യന്മാരിൽ തന്നെ വലതും ഇടതും പരിഗണിക്കുമ്പോൾ ഇടതുകരം വലതുകരം, ഇടത് കൈ അതെന്തിനാണ് ഉപയോഗിക്കുക? ഇടത് കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല, അത് മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാനും മറ്റും ഉപയോഗിക്കുന്നതാണ്. അപ്പം അതൊരു ന്യൂനതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് അത് ചേരുകയില്ല. അവൻ്റെ ഇരു കരങ്ങളും വലതാണ്, അവന് യോജിച്ച രൂപത്തിൽ. എങ്ങനെയാണോ അങ്ങനെ വിശ്വസിക്കാനാണ് നമ്മൾ ബാധ്യസ്ഥരായിട്ടുള്ളത്. അതിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി നമ്മൾ ചോദിച്ചുകൂടാ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കുന്നിടത്തെ നിലപാട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും വലതാണ്. അല്ലദീ യുഖ്സിതൂന ഫി അഹ്ലീഹിം വമാ ഉല്ലൂ, അവനവൻ്റെ വലതുഭാഗത്ത് നീതി പാലിക്കുന്നവർ, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയും ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ നീതി പാലിക്കുകയും ചെയ്യുന്നവർ, അവരെ മനാബിറ മിൻ നൂരിൻ എന്ന് പറഞ്ഞ്, ആ മിമ്പറുകളുടെ പ്രത്യേകത എന്താണ്? പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മിമ്പറുകളായിരിക്കും. ആ മിമ്പറുകളിൽ അവരെ ആദരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം നൽകുമെന്നാണ്. നീതി പാലിക്കുന്നവർക്ക് ഖിയാമത്ത് നാളിൽ നൽകുന്ന പദവിയാണിത്. പ്രകാശം കൊണ്ടുള്ള മിമ്പറുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പം നീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യ ജീവിതം തന്നെ നിലനിൽക്കുന്നത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്. ആളുകൾക്കിടയിൽ വിധി പറയുമ്പോൾ, ഒത്തുതീർപ്പാക്കുമ്പോൾ, മസ്ലഹത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ, തർക്കം പരിഹരിക്കുമ്പോൾ, ഇവിടെ എന്താ പറയുക, പഞ്ചായത്താക്കുമ്പോൾ എന്നൊക്കെ പറയില്ലേ, ഈ രംഗത്ത് മാത്രമല്ല നീതി എന്നുള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനത്തിൻ്റെ അധികാരിയാകുമ്പോൾ, ആ സ്ഥാപനത്തിലെ തൊഴിലാളിയാകുമ്പോൾ എല്ലായിടത്തും നീതിയുണ്ട്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഒരാളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവനെടുക്കുന്ന വർക്കിനായിരിക്കില്ല സാലറി, അവനെടുക്കുന്ന വർക്കിനായിരിക്കില്ല, പണിയല്ല, അവൻ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനായിരിക്കും അവന് സാലറി. ഇത്ര അവർ നിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാകണം എന്ന കണ്ടീഷനിലായിരിക്കും അവൻ ഇന്ന സാലറി ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. പണി ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഓഫീസിൽ വെറുതെ AC മേൽ കമ്പ്യൂട്ടർ മേൽ കുത്തിരിക്കണമായിരിക്കും. അപ്പം പണി കഴിഞ്ഞെന്ന് വെച്ചിട്ട് നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുമ്പ് അവൻ അവിടുന്ന് പോയിക്കൂടാ, അത് അനീതിയാണ്. കാരണം ഇത്ര സമയം അവൻ അവിടെ ഉണ്ടാകണമെന്ന് നിശ്ചയിച്ച കരാറിലാണ് അവന് ജോലിയും സാലറിയും നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അത്രയും സമയം അവൻ സ്പെൻഡ് ചെയ്യണം എന്നാണ്, പണിയില്ലെങ്കിലും കൂടെ. ഇനി അവൻ അവിടുന്ന് പോകണമെങ്കിലോ സമ്മതം ചോദിക്കണം, ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സമ്മതം. ആ രംഗത്ത് വരെ നമ്മൾ നീതി പാലിക്കണമെന്നാണ്. ഇത്രമേൽ നീതിക്ക് വില കൽപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. അങ്ങനെ ഒരാൾ അവന് നിശ്ചയിക്കപ്പെട്ട സമയം തീരുന്നതിന് മുമ്പ് പണി തീരുന്നു എന്ന് പറഞ്ഞിട്ട് പൊടിയും തട്ടി പോയി കഴിഞ്ഞാൽ അവൻ ആ വാങ്ങുന്ന സാലറിക്ക് അവൻ അർഹനല്ല എന്നാണ്, അത് ഹലാലാവില്ല എന്നാണ് പണ്ഡിതന്മാർ ചിലർ ഫത്വ നൽകിയത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം നീതിക്കും അതുപോലെ തന്നെ ഹക്കിനും എത്രമാത്രം വില കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നീതി പാലിക്കണം, ജോലിയിൽ, അതുപോലെ തന്നെ ഭാര്യമാർ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവരാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഭാര്യയോട് തന്നെ നീതി പാലിക്കാൻ അറിയാത്തവരാണ് നമ്മൾ പലരും, പിന്നല്ല ഒന്നിൽ കൂടുതലുണ്ടാകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ, മക്കൾക്കിടയിൽ, ചില ആളുകൾക്ക് ആൺമക്കളോട് പെരുത്ത സ്നേഹമായിരിക്കും. അല്ല, വീട്ടിൽ ഒന്നിലേറെ മക്കളുണ്ടെങ്കിൽ, ആൺകുട്ടികളും പെൺകുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടികളെ പിടിച്ച് മുത്തം വെക്കും, അവർ പിന്നെ പുന്നാരിക്കും, തേനെ പാലെ മുത്തേന്നൊക്കെ വിളിക്കും. പെൺകുട്ടികളെ ചിലർക്ക് കണ്ടുകൂടാ, അല്ലെങ്കിൽ നേരെ തിരിച്ച് പെൺകുട്ടികളെ ഭയങ്കര ചില നാട്ടിലെ കൾച്ചർ തന്നെ എങ്ങനെയാണ്, ചില കുടുംബങ്ങളിൽ, ചില തറവാടുകളിൽ പെൺകുട്ടികൾക്കായിരിക്കും സ്ഥാനം, അതല്ലെങ്കിൽ ആൺകുട്ടികൾക്കായിരിക്കും സ്ഥാനം. ഞാനിപ്പോൾ ഇന്നലെ വരെ ഒരു വാർത്ത കേട്ടു, അറിയപ്പെട്ട നമ്മുടെ മലപ്പുറം ജില്ലയിലെ തങ്ങൾ ഫാമിലിയാണ്. അവിടെ പെൺകുട്ടികൾക്കാണ് പോലും വില പോലും. ഈ പെൺകുട്ടികളെ മുഴുവൻ കെട്ടിച്ചയക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു പുയ്യാപ്പിളനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ചോര നീരാക്കി പണിയെടുത്ത
ആൺകുട്ടികൾക്ക് അവിടെ വിലയില്ല. യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി സ്ഥലവും വീടും പുരയൊക്കെ വിറ്റ് പൊന്നും പണ്ടൊക്കെ ഉണ്ടാക്കി ലക്ഷങ്ങൾ പൊടി കൊടുക്കും. ആൺകുട്ടികളെ കെട്ടിച്ചേക്കാനോ 10 പൈസ കൊടുക്കില്ല. വേണമെങ്കിൽ ഈ ഉണ്ടാക്കിയിട്ട് കെട്ടിക്കോ. അനീതിയാണത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ അവർക്ക് ചെലവഴിക്കുന്നിടത്ത്, അവർക്ക് നൽകുന്നിടത്ത്, അവർക്ക് തടയുന്നിടത്ത് നീതി പാലിക്കണം. ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇപ്പം അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ ആണിനും പെണ്ണിനും ഒരേപോലെ കൊടുക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? ആണിൻ്റെ പകുതിയാണ് പെണ്ണിന് കൊടുക്കേണ്ടത്. അത് ഇസ്ലാമിൻ്റെ നിയമം, അതങ്ങനെ തന്നെ. അത് ഒരേപോലെ ആണിന് കൊടുക്കുന്നതിന് പെണ്ണിന് കിട്ടണം. അത് നീതിയാണെന്ന് പറഞ്ഞാലോ? അള്ളാഹ്ക്ക് അറിയാം പുരുഷൻ എന്താണ്, പെണ്ണിനെന്താണ്, സ്ത്രീക്ക് എന്താണ്, പുരുഷൻ എന്താണ്. അള്ളാഹു പാലിക്കാൻ പറഞ്ഞ അവൻ സ്ഥാപിച്ച നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിക്കുക. ഇങ്ങനെ അപ്പം നീതി പാലിക്കണം. അപ്പോൾ മുതിർന്ന കുട്ടികൾ ഒരു പ്ലേറ്റ് ചോറ് തിന്നും. ചെറിയ കുട്ടികളോ ചിലപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ മൂലയിൽ ഒരു അര പ്ലേറ്റ് അല്ലെങ്കിൽ 1/4 പ്ലേറ്റ് തിന്നുള്ളൂ. അപ്പം നീതി പാലിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് തിന്നോ കൂടുതൽ തീറ്റിക്കണം എന്നാണോ? ഞാൻ പറഞ്ഞത് ഓരോന്നും അതിൻ്റെ അളവിൽ, എല്ലാവർക്കും ഒരുപോലെ നൽകണം എന്നതിനപ്പുറത്ത് ഈ സ്നേഹവും വാത്സല്യവും പരിഗണനയൊക്കെ എല്ലാവർക്കും ഒരുപോലെ നൽകാൻ പറ്റും. അത് കൂടിയ അധികരിച്ചു പോകുന്നില്ല. അതിനെന്താണ് തടസ്സമുള്ളത്? അതുകൊണ്ട് ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾക്കിടയിൽ നീതി പാലിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നിടത്ത് നീതി പാലിക്കണം. ഇങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ നീതി പാലിക്കണം. പൊതുവായി നമ്മൾ നീതി പാലിക്കണം. പൊതുവായി നീതി പാലിക്കണം എന്നാണ് ആമല്ലിൽ ബർരി വൽ ഫാജിർ. നല്ല മനുഷ്യനോടും നീതി പാലിക്കണം, തെമ്മാടിയായിട്ടുള്ള ഒരുത്തിനോടും നീതി പാലിക്കണം. ഒരാൾ നല്ല മനുഷ്യനാണ്, മുത്തഖിയാണ്, ദീനിയാണ്, അവനോട് നമ്മൾ നീതി പാലിക്കണം. അതുപോലെ തന്നെ അപ്പുറത്ത് ഒരാൾ മദ്യപാനിയാണ്, തോന്നിവാസിയാണ്, അവനോട് നീതി പാലിക്കണം. എങ്ങനെ അവനോട് നീതി പാലിക്കുക? അവനൊരു തോന്നിവാസിയാണെന്ന് വെച്ചാൽ അവന് ചെയ്യാത്ത തോന്നിവാസം അവനോട് ചേർത്തി പറയരുത്. അവൻ ചെയ്യാത്ത കളവൻ്റെ അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവനില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവനെ പരമാവധി എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ താഴ്ത്തി കെട്ടും. അതല്ല, അവൻ അർഹിക്കുന്നതേ അവന് നൽകാവൂ, അർഹിക്കുന്നത് അവനെക്കുറിച്ച് ധരിക്കാവൂ, ആരോപിക്കാവൂ. അതിനപ്പുറത്ത് അനീതി നമ്മൾ ചെയ്യരുത്. ഒരു ലാലിമാണെങ്കിൽ പോലും അവനോട് നമ്മൾ എന്ത് ചെയ്യരുത്? ളുൽമ് പ്രവർത്തിക്കരുത്, അനീതി പ്രവർത്തിക്കരുത്. ശരി. വലികുല്ലി അഹദിൻ വലാ യംനഉ മിൻ ഇഖാമത്തിൽ അദ്ലി ഹിഖ്ദുൻ ഔ കറാഹിയത്തുൻ ഔ അദാവത്തുൻ. എല്ലാ ഓരോരുത്തരോടും നമ്മൾ നീതി പാലിക്കണം. ഒരാളോട് നീതി പാലിക്കാതിരിക്കാൻ അയാളോടുള്ള അസൂയയോ വെറുപ്പോ വിദ്വേഷമോ കുനിഷ്ടോ ഒന്നും നമുക്ക് പാടില്ല, തടസ്സാവാൻ പാടില്ല. ഒരാളോട് നീതി പാലിക്കാതിരിക്കാൻ അയാളുടെ ദേഷ്യം നമുക്ക് തടസ്സാണ്, പാടില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്കുള്ള വെറുപ്പ്, വിദ്വേഷം, അനിഷ്ടം, അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഒരു കൂട്ടർ നമുക്ക് ഇഷ്ടമില്ല, എന്താണെന്നറിയില്ല, പണ്ടേ അവനെ നമുക്ക് കണ്ടുകൂടാ, പണ്ടെൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ അവനെ കണ്ടുകൂടാ, പിന്നെ അവനില്ലാത്ത കുറവും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ എതിർകക്ഷിയായിട്ട് അവൻ വന്നു കഴിഞ്ഞാൽ അവന് നീതി തടയും. അവനെങ്ങനെ സൈഡാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പണിയെടുക്കും. ഇങ്ങനൊരു വിഭാഗത്തോട് ഒരു പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പ്രത്യേക അവർ കൾച്ചറലെസ് ടീമാണ്, അവർ പെരുമാറാൻ അറിയില്ല, ഒരു താഴ്ന്ന നിലവാരമുള്ളവരാണ്, പണ്ടേ ഒരു മുൻവിധിയാണ്, അവരങ്ങനെയാണ്. എങ്കിലും അവരെന്നും അങ്ങനെ തന്നെ. അങ്ങനെയല്ല. ആരോടെങ്കിലും ഉള്ള വെറുപ്പ്, വിദ്വേഷം, മുൻധാരണ, മുൻവിധി, അവരോട് അനീതി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠർ ഇന്ന നാട്ടിൽ താമസിക്കുന്നവർ, ഇത്ര വിദ്യാഭ്യാസമുള്ളവർ, ഇത്ര മാസത്തിൽ ആസ്തി ഉണ്ടാക്കുന്നവർ. അങ്ങനെയല്ല. അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ആദരിക്കപ്പെടേണ്ടത്. നിങ്ങളിൽ ഏറ്റവും ആദരണീയർ, ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ തഖ്വ ചെയ്യുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ഇങ്ങനെ, അതല്ലെങ്കിൽ അറബിയെന്നോ അനറബിയെന്നോ തറവാടിയെന്നോ ചെറ്റക്കുടിയിൽ ജീവിക്കുന്നവനെന്നോ ഇങ്ങനെ വിവേചനം നടത്തിയിട്ടല്ല നമ്മൾ ആളുകൾക്കിടയിൽ നീതി സ്ഥാപിക്കേണ്ടത്. അള്ളാഹുവിലുള്ള തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. ആരോടെങ്കിലുമുള്ള വിദ്വേഷമോ മുൻബുദ്ധിയോ അവരോട് നീതി പാലിക്കാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ.
എന്നിട്ട് അള്ളാഹു പറയണം, നിങ്ങൾ നീതിയുള്ളവരാകണം. വീണ്ടും ഒരാളോടുള്ള ദേഷ്യം, വിദ്വേഷം, പക, അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് വീണ്ടും പറയാണ്, അതിലൂ, നിങ്ങൾ നീതി പാലിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയുടെ ഏറ്റവും അടുത്ത നിലപാട്. തഖ്വയുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. മുൻഗാമികൾ ചിലർ പറഞ്ഞു, അൽ അദ്ലു മഹ്ബൂബുൻ ലികുല്ലി അഹദിൻ വസാഹിബുഹു മഹ്സൂദുൻ ഫി കുല്ലി ബലദിൻ. നീതി എന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. ആ നീതിയുള്ള ആൾ എല്ലാ നാടുകളിലും അസൂയ വെക്കപ്പെടുന്നവനുമാണെന്ന്. ഒരാൾ എന്നും എക്കാലത്തും ഏതവസ്ഥയിലും നീതിയുള്ളവനായി നിലകൊണ്ടാൽ ആളുകൾ അവന്റെ നല്ല ഗുണത്തിന്റെ പേരിൽ അവനോട് അസൂയ കാണിക്കൂലേ? അവനെപ്പോലെ എനിക്കാകെ ആളുകൾക്ക് അസൂയ ജനിക്കുന്ന മഹത്തായ ഗുണമാണത്. നമുക്ക് എന്തെങ്കിലും വിഷയത്തിൽ ഒരാളോട് അസൂയ തോന്നാൻ അതുപോലെ എനിക്കുണ്ടാവണം എന്നാണല്ലോ. അതുപോലെ എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കും. ഒരാളുടെ ഒരു നന്മ കണ്ടാൽ ആ നന്മ റബ്ബേ എനിക്കും അതുപോലെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കും അതുപോലെ നന്നായി ജീവിക്കാമായിരുന്നല്ലോ എന്ന മോഹം, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട അസൂയയാണ്. അതല്ലാതെ ഒരാൾക്ക് ഖൈറുണ്ടായ അത് നശിക്കണം, അവന്റെ നശിച്ചിട്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാലോ അത് മദ്മൂമായ ആക്ഷേപാർഹമായ അസൂയയാണ്. അപ്പോ നീതിയുള്ള ആളുകൾ എവിടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും അവർ അസൂയ വെക്കപ്പെടും. അതുപോലെ ആകാൻ ആളുകൾ ശ്രമിക്കും. നീതി എന്നതാകട്ടെ എല്ലാ മനുഷ്യനും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഒരാളും നീതി പാലിക്കുന്നവരെ വെറുക്കുകയില്ല. വെറുക്കുവോ? നീതിയിൽ നിലകൊള്ളുന്ന ആളുകളെ മനുഷ്യർ വെറുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇതാണ് എത്രാമത്തെ കാര്യം? 26ാമത്തെ കാര്യം, അൽ അദ്ൽ, നീതി പാലിക്കുക. 27ാമത്തെ കാര്യം അർറിഫ്ഖു, സൗമ്യതയും അവധാനതയും പാലിക്കുക. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ, കാരണങ്ങളിൽ ഒന്നാണ് ഏത് രംഗത്തും സൗമ്യമായി നിലകൊള്ളുക, എടുത്തുചാടാതിരിക്കുക എന്നുള്ളത്. കാര്യങ്ങളെ വളരെ മൃദുലമായി, ലോലമായി സമീപിക്കുക. സലഫുകൾ ചിലർ പാടി, ലൗസാറ അൽഫു മദജ്ജജിൻ ഫി ഹാജത്തിൻ ലം യഖ്ദിഹാ ഇല്ലല്ലദീ യതറഫഖു. 1000 പേർ അടങ്ങുന്ന സർവ്വസൈനിക സജ്ജരായിട്ടുള്ള ആളുകൾ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. ലം യഖ്ദിഹാ ഇല്ലല്ലദീ യതറഫഖു. ആ കാര്യം അവരുടെ കൂട്ടത്തിൽ ഭംഗിയായി നടപ്പിലാക്കുന്നവൻ ആ കൂട്ടത്തിൽ ഏറ്റവും റിഫ്ക്കുള്ളവനായിരിക്കും. ഒരു യുദ്ധത്തിന് 1000 സൈനികർ സർവായുധ സജ്ജരായി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പുറത്ത് യുദ്ധത്തിൽ വിജയം നേടാൻ കാരണമാകുന്നത് ഈ തിരക്കൂട്ടി, എന്താ പറയാ, വ്യഗ്രതയും അവധാനതയും ഇല്ലായ്മയും കാണിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ പളവളപ്പാണോ? കാര്യങ്ങൾ നടപ്പിലാക്കുകയായിരിക്കും. വളരെ സാവകാശത്തോടെ, ബുദ്ധിയോടെ, വിവേകത്തോടെ, സൗമ്യമായി കാര്യങ്ങളെ സമീപിക്കുന്നവരായിരിക്കും കാര്യങ്ങൾ നടപ്പിലാക്കുക. അല്ലേ? എണ്ണബലത്തിലും അംഗബലത്തിലുമല്ല കാര്യം, എണ്ണപ്പെരുപ്പത്തിലും അംഗബലത്തിലുമല്ല കാര്യം. ഉള്ളവരെങ്ങനെയുണ്ട് എന്നുള്ളതിലാണ് കാര്യം. സാധാരണ നമ്മൾ പറയില്ലല്ലോ ഒരു ചൊല്ല്, ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ 10-100 ആള് വടിയെടുത്ത് പാഞ്ഞുകൊണ്ട് പാമ്പ് ചത്തോളുന്നില്ല. അതിനെ നോക്കി, അത് വരുന്ന വഴി നോക്കി, അത് പോയ വഴി നോക്കി, അതിൻ്റെ തലക്ക് ആഞ്ഞൊന്നൊരുത്തൻ സൗമ്യമായി കൊടുത്താൽ തീർന്നു. 1000 ആൾ കൂടേണ്ട ആവശ്യമുണ്ടോ? ആ ചൊല്ല് വളരെ പ്രസക്തമാണ്. ഞാൻ ഈ പറഞ്ഞ സലഫുകളുടെ വാക്കിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു ചൊല്ലാണ്. അപ്പൊ സൗമ്യതയും അവധാനയും എന്നത് എല്ലാ തൗഫീഖിന്റെയും വഴിയാണ്. അർറിഫ്ഖു ഫീ കുല്ലി മൗത്തിനിൻ യകൂനു ഫീഹി അർറിഫ്ഖു മിൻ അഅളമി അസ്ബാബി തൗഫീഖി. റിഫ്ഖ് വേണ്ടിടത്ത് റിഫ്ഖ് കാണിക്കുകയാണെങ്കിൽ, റിഫ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സൗമ്യത, അത് വേണ്ടിടത്ത് അത് കാഴ്ചവെച്ചാൽ അത് അവനെല്ലാ തൗഫീഖിനുമുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇന്നല്ലാഹ റഫീഖുൻ, അള്ളാഹു റിഫ്ഖുള്ളവനാണ്. അള്ളാഹുവിൻ്റെ വിശേഷണമാണത്. അള്ളാഹു സൗമ്യതയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് റിഫ്ഖില്ലായിരുന്നുവെങ്കിൽ നമ്മളിൽ പലരും ഇവിടെ ജീവനോടെപ്പോഴും ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് നടക്കില്ലായിരുന്നു. നമ്മൾ ചെയ്യുന്ന ദുൽമിനും നമ്മൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കും അപ്പപ്പോൾ അള്ളാഹു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പടപ്പും ബാക്കി ഉണ്ടാവില്ല. ഉണ്ടാവോ? നമ്മൾ ചെയ്യുന്ന ധിക്കാരവും നന്ദികേടും പരിഗണിച്ചുകൊണ്ട് അപ്പപ്പോൾ സൗമ്യത കാണിക്കാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ അള്ളാഹു നമ്മെ പിടികൂടുകയാണെങ്കിൽ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുത്തനും കൂടെ ബാക്കിയാകില്ലായിരുന്നു. അള്ളാഹു സൗമ്യതയുള്ളവനാണ്.
അവൻ റഫീഖാണ്. യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും അവൻ സൗമ്യത ഇഷ്ടപ്പെടുന്നവനുമാണ്. അവൻ്റെ അടിമകളും റിഫ്ഖോടെ നിലകൊള്ളുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാന. ഒരു കാര്യത്തിൽ റിഫ്ഖുണ്ടെങ്കിൽ, സൗമ്യതയുണ്ടെങ്കിൽ ആ കാര്യം ഭംഗിയുള്ളതായിത്തീരും. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാന. ഒരു കാര്യത്തിൽ നിന്ന് റിഫ്ഖ് ഇല്ലാതായി തീർന്നാൽ ആ കാര്യം വടക്കാവും, ചീത്തയായി പോകും, മോശമാകുന്നതാണ്. അപ്പം ഏതൊരു കാര്യത്തിലും റിഫ്ഖ്, സൗമ്യത എന്നത് യോജിക്കുന്ന ഇടമാണെങ്കിൽ, സാഹചര്യമാണെങ്കിൽ അവിടെ നടപ്പിലാക്കണം. എങ്കിൽ അത് ഏറ്റവും ഭംഗിയുള്ളതായി മാറും. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. റിഫ്ഖ് കാണിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യമുണ്ട്. ചില വാപ്പാർക്കും ഉമ്മാക്കും മക്കളോട് ഭയങ്കര റിഫ്ക്കായിരിക്കും. സുബഹി നിസ്കരിക്കാതെ 10 മണി വരെ കിടന്നുറങ്ങിയാൽ റിഫ്ക്കായിരിക്കും. റമളാൻ മാസത്തിൽ പ്രായപൂർത്തിയായ നോമ്പെടുക്കാതിരുന്നാൽ റിഫ്ക്കായിരിക്കും. 1-2 ജുമുഅ മാസത്തിൽ മിസ്സായാൽ റിഫ്ക്കായിരിക്കും. ഹറാമും സിനിമയും പാട്ടും കൂത്തും പേക്കോലം കെട്ടി നടന്നാലും റിഫ്ക്ക് തന്നെ ആയിരിക്കും. ഇതിൻ്റെ റിഫ്ക്ക് എന്ന് പറയോ? അല്ലേ? കുട്ടിയല്ലേ, 15 വയസ്സായിട്ട് കുട്ടിയല്ലേ? അല്ലെ, പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അന്യ ആണുങ്ങളുടെ മുമ്പിൽ ആണുങ്ങളെപ്പോലെ വേഷം കെട്ടി നടന്നാലും ബാപ്പാക്കുമ്മക്ക് റിഫ്ക്കായിരിക്കും. കുട്ടിയല്ലേ, അവളെ കെട്ടിക്കാനായില്ലല്ലോ, പഠിക്കല്ലേ, കോളേജിലല്ലേ, ഗേൾ ഫ്രണ്ട് അല്ലേ, ബോയ് ഫ്രണ്ട് അല്ലേ, കസിൻ ബ്രദർ അല്ലേ, കസിൻ സിസ്റ്റർ അല്ലേ, അവിടൊക്കെ റിഫ്ക്ക്. ഈ ജാതി റിഫ്ക്കിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്. അതിന് റിഫ്ക്ക് എന്നല്ല പറയാ, അതിന് ദുൽമ് എന്നാ പറയാ. മനസ്സിലായോ? അപ്പൊ റിഫ്ക്ക് വേണ്ടടുത്ത് റിഫ്ക്ക് കാണിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? ആ രംഗത്തേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല, നമ്മളെ വിഷയം അതല്ലാത്തോണ്ട്. മുൻഗാമികൾ ചില പറഞ്ഞു, റിഫ്ക്ക് എവിടെയില്ലയോ അവിടെ തൗഫീഖ് തടയപ്പെടും. റിഫ്ക്ക് എവിടെയില്ലയോ, റിഫ്ക്ക് പാലിക്കേണ്ടടുത്ത് റിഫ്ക്ക് ഇല്ലെങ്കിൽ അവിടെ അവന് തൗഫീഖ് തടയപ്പെടും. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് സമാനമായ അറബികൾക്കിടയിൽ പ്രചരിച്ചിരുന്ന ഒരു ചൊല്ലുണ്ട്, മൻ അദിമൽ മൊറാനത അദിമ തൗഫീഖ്. മൊറാനത്ത് എന്ന് പറഞ്ഞാൽ റിഫ്ക്കിന് പറയുന്ന മറ്റൊരു അറബികൾക്കിടയിലുള്ള പദപ്രയോഗമാണ്. അപ്പൊ റിഫ്ക്ക്, സൗമ്യത ഇല്ലെങ്കിൽ അവിടെ തൗഫീഖ് ഇല്ലാതായി പോകും. ഇങ്ങനെ അറബികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഇതിന് ഖുർആനിൽ നിന്ന് വല്ല തെളിവുണ്ടോ എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം സൂറത്ത് ആല ഇംറാനിലെ 159 ആയത്ത് ഓതി, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയണം, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ താങ്കൾ അവരോട് ലോലമായി, സൗമ്യമായി പെരുമാറില്ലായിരുന്നു. താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറി. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ എങ്ങാനും ഒരു കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റും ഈ സ്വഹാബികൾ കൂടില്ലായിരുന്നു, അവർ പിരിഞ്ഞു പോയിരുന്നു. താങ്കൾ ലോലമായി, സൗമ്യമായി അവരോട് പെരുമാറിയത് കൊണ്ടും ഇടപഴകിയത് കൊണ്ടുമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അവർ താങ്കളുടെ അനുയായി വൃന്ദമായി മാറിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മിപ്പിച്ചായിട്ട് അദ്ദേഹം ഓതി കൊടുക്കുകയാണ്. അപ്പം റിഫ്ക്ക് പാലിക്കണം എന്നത് ആളുകൾ കൂടാനും ആളുകൾ അടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. പലപ്പോഴും നമ്മളിൽ പലർക്കും കൈമോശം വരുന്ന ഒരു രംഗമാണിത്. നമ്മളടുത്ത് ഹക്കുണ്ടാവും, നമ്മളായിരിക്കും ശരി പറയുന്നവർ, നമ്മളായിരിക്കും കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകൾ. പക്ഷെ നമ്മളെ സ്വഭാവം കണ്ടാലോ ആളുകൾ അടുക്കൂല. ആളുകൾക്ക് നമ്മിൽ നിന്ന് പ്രകടമാകുന്ന നമ്മളൊന്നും ആയത്തും ഹദീസും ആസാറും ഒന്നും ആയിരിക്കില്ല, നമ്മുടെ സ്വഭാവമായിരിക്കും, പെരുമാറ്റമായിരിക്കും. ഈ പെരുമാറ്റം നോക്കിയിട്ടായിരിക്കും ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ മാർക്ക് ചെയ്യുക. അത് മോശമാണെങ്കിലോ, ഓൻ്റെ അടുത്ത് എന്ത് ഹക്കിട്ടായിട്ട് എന്താ കാര്യം, ആളുകളോട് പെരുമാറാറിയാത്ത ഈ ചങ്ങായിൻ്റെ ദീനിലേക്ക് ഞാൻ എന്തിനാ പോണ് എന്നൊരാൾ തീരുമാനിച്ചാൽ ആരാണ് അതിൻ്റെ കുറ്റക്കാർ? ആരാണ് അതിൻ്റെ ഉത്തരവാദി? നമ്മളായിരിക്കും. ആളുകൾക്ക് നമ്മിൽ നിന്ന് പ്രകടമാകുന്നത് എന്താണോ അതാണ് ആളുകൾ നമ്മെക്കുറിച്ച് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന മാനദണ്ഡം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഖാലിഖിൻ നാസ ഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് ശരി വരുന്നുണ്ടോ? ശരി വരുന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ചിരിക്കട്ടോ, ഇവിടെ നിന്ന് ചിരിക്കാൻ പറ്റൂലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മുമ്പിൽ നിന്ന് ചിരിക്കുന്നവർക്ക് പുറത്ത് പോയി ചിരിച്ചിട്ട് ഭംഗിയായി ചിരിച്ച് പൂർത്തിയാക്കിയിട്ട് നേരം വെളുക്കോണം വേണമെങ്കിൽ നിന്ന് ചിരിച്ചോളൂ, ഒരു പ്രശ്നമില്ല. പള്ളിയിൽ നിന്ന് ചിരിക്കരുത്. ചിരിക്കാൻ മാത്രമുള്ള തമാശ നമ്മൾ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ?
പറഞ്ഞിരിക്കണോ? ചിരിക്കാൻ വകുപ്പുണ്ടാകുമ്പോൾ നമുക്ക് ചിരിക്കാം, അതല്ലാതെ വെറുതെ ചിരിക്കരുത്. ദീനിൻ്റെ സദസ്സിലിരുന്ന് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. ബാറക്കല്ലാഹു ഫീക്കും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനി, ജനങ്ങളോട് മാന്യമായി പെരുമാറുക, അനുകമ്പയോടെ, ദയാവായ്പകളോടെ, റിഫ്കോടെ, സൗമ്യതയോടെ നിലകൊള്ളുക. അറബികൾക്കിടയിൽ പറയാറുള്ള മറ്റൊരു ചൊല്ലുണ്ട്, ലാ മാല ലിമൻ ലാ റിഫ്ഖ ലഹു. റിഫ്ഖില്ലാത്തവന്, സൗമ്യതയില്ലാത്തവന് സമ്പത്തില്ല. ഉണ്ടാവോ? സൗമ്യതയും അവധാനതയും ക്ഷമയില്ലാത്തവന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഇന്നൊരു കച്ചവടം തുടങ്ങി, നാളെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് തിരക്കൂട്ടിയാൽ അത് ക്ഷമിക്കാനും സഹിക്കും. ഒരു ദീർഘദൃഷ്ടി, ഒരു ലോങ് ടൈം ഉള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ ബിസിനസ്സിന് സക്സസ് ആവാൻ സാധിക്കുമോ മുത്താർക്ക? ഇല്ലല്ലോ ഹസൈനക്ക. കാരണം റിഫ്ഖില്ലാത്തവന് പൈസ ഉണ്ടാക്കാൻ വരാൻ പറ്റൂല. പറ്റുമോ? റിഫ്ഖില്ലാത്തവന്, സൗമ്യതയില്ലാത്തവന്, ക്ഷമയും അവധാനത ഇല്ലാത്തവന് പൈസ ഇല്ല. അന്നൽ മാല യുക്സിബുഹു റിഫ്ഖു ലൽ ഖുർഖു. ചില മുൻഗാമികൾ പറഞ്ഞു, പൈസ സമ്പാദിക്കുന്നത് വരെ, പൈസയെ നിന്റെ സമ്പാദ്യമാക്കുന്നത് റിഫ്ഖാണ്, അല്ലാതെ ഹുർക്കല്ല, അവിവേകവും എടുത്തുചാട്ടവും വെകിളിത്തരമല്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു എന്നാണ്. ശരി. അന്ന റിഫ്ഖ ഫീ ത്വലബിൽ ഹാജത്തി അജ്ലബു അസ്ലഹു ലിൽ വുസൂലി ഇലൈഹ. ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ, ആ കാര്യം നമുക്ക് നേടാനുള്ള ഏറ്റവും ഭംഗിയുള്ള, എളുപ്പമുള്ള ഷോർട്ട് കട്ട് റിഫ്ഖിൻ്റെ വഴിയാണ്. അവധാനതയുടെ സൗമ്യ, എടുത്തുചാടി എന്താ പറയുക, വ്യഗ്രത കാണിച്ച് ജഗപുകണ്ടാക്കി, അതല്ല. ഒരു കാര്യം, ഒരു ലക്ഷ്യം നമുക്ക് നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം വഴി എന്ന് പറഞ്ഞാൽ അതിനെ വളരെ സൗമ്യമായ അവധാനതയോടെ സമീപിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞതിനർത്ഥം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാണ്ട് അത് നമുക്ക് സാവകാശം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മൂലയിൽ കുത്തിരിക്കുന്ന നിഷ്ക്രിയത്വത്തെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം, പക്ഷെ ചെയ്യുന്നത് അവധാനതയോടെ, വൃത്തിയോടെ, വിവേകത്തോടെ, എടുത്തു ചാടാതായിരിക്കണം, സൗമ്യതയോടെ ആയിരിക്കണം. ഓരോന്നും അതിൻ്റെ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. അതാണ് നീതി. ശരി. അപ്പം ഇങ്ങനെ റിഫ്ഖുള്ളവരായി മാറുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വഴിയാണ്. 26 പറഞ്ഞ്. 27ാമത്തെ കാര്യം, 27 പറഞ്ഞ് അൽ അഫ്വു അനിന്നാസ്. 28ാമത്തെ കാര്യം അൽ അഫ്വു അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക. ഇതും വല്ലാത്തൊരു ഗുണമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് ജനങ്ങൾക്ക് മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. ഫമൻ യഗ്ഫിർ യുഗ്ഫർ ലഹു. ആരാണോ പുറത്തു കൊടുക്കുന്നത് അവന് പൊറുക്കപ്പെടും. മനുഷ്യന്മാർക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. വമൻ യസ്ഫഹ് യുസ്ഫഹ് അൻഹു. ആരാണോ വിട്ടുവീഴ്ച ചെയ്യുന്നത് അവന് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. പടപ്പുകളോടും വീട്ടിലുള്ളവരോടും വേണ്ടപ്പെട്ടവരോടും സ്വന്തക്കാരോടൊന്നും പുറത്തു കൊടുക്കൂല. അവർ പൊരുത്തം ആർക്ക് വേണോടോ എൻ്റെ പൊരുത്തം എന്ന് വെല്ലുവിളിച്ച് നടക്കുകയും ചെയ്യും. എന്നിട്ട് പടപ്പുകളുടെ റബ്ബായ റബ്ബിനോട് കൈനീട്ടി പുറത്തു കൊണ്ട റബ്ബേ എന്ന് പറയുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസമാണത്, എന്തൊരു വൈരുദ്ധ്യം. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള അള്ളാന്റെ പടപ്പുകളോട് കാരുണ്യം കാണിക്കൂ, എങ്കിൽ ആകാശത്തുള്ള പടപ്പുകളുടെ റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ലാ യർഹം ലാ യുർഹം. മറ്റൊരു ഹദീസിൽ കാണാം, ആരാണോ കാരുണ്യം ചെയ്യാത്തത് അവനോട് അള്ളാഹു കാരുണ്യം ചെയ്യില്ല എന്നാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അത് ഇസ്ലാമിലൊരു തത്വമാണ്. നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ തോതനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. നമ്മൾ കാരുണ്യം ചെയ്യുന്നില്ലേ, അള്ളാഹിൻ്റെ കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കേണിട്ട് കാര്യമില്ല. നമ്മൾ മാപ്പ് ചെയ്യുന്നില്ല, അള്ളാഹിൻ്റെ മാപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ വിട്ടുകൊടുക്കുന്നില്ലേ, അള്ളാഹു നമുക്ക് വിട്ടുതരുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടതില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്, സൂറത്ത് ആൽ ഇംറാനിലെ ആയത്തില്ലേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. ബാക്കി എന്താ ആയത്ത്? ഫല്യഅഫു വല്യസ്ഫഹു. അല്ലല്ല, അത് വേറെ ആയത്താ. ആയത്തിന്റെ ബാക്കിയിൽ വരുന്നുണ്ടല്ലോ. എങ്ങനെ? ഫല്യഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അയ്യോ റസൂലേ,
താങ്കൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, അവർക്ക് വേണ്ടി അള്ളാഹിനോട് പാപമോചനം തേടുക, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് നൂറിൽ അള്ളാഹു പറഞ്ഞു, വല്യഅഫൂ വല്യസ്ഫഹൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, നിങ്ങൾ മാപ്പ് നൽകുക. എന്തിനാണത്? അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്, ഗഫൂറും റഹീമുമാണ്. ഗഫൂറും റഹീമുമായ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? എങ്കിൽ ഫല്യഅഫൂ വല്യസ്ഫഹൂ, നിങ്ങൾ പുറത്തു കൊടുക്കും, നിങ്ങൾ മാപ്പ് ചെയ്യൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ. അപ്പൊ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ, നമ്മൾ മാപ്പ് കൊടുത്താൽ അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് അള്ളാഹു സൂറത്ത് നൂറിലൂടെ പറയണം. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന തത്വമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് കണക്കായി അള്ളാഹു പ്രതിഫലം നൽകും. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഹമു തുർഹമു, നിങ്ങൾ റഹ്മത്ത് ചെയ്യുക, കാരുണ്യം ചെയ്യുക, എങ്കിൽ നിങ്ങൾ കാരുണ്യം ചെയ്യപ്പെടും. വഗ്ഫിറു യുഗ്ഫറു ലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കുക, എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു നൽകും. ഖുദിൽ അഫ്വ വസ്ഫഹ് അൻ അഖിൻ ബഅദ ഐബിഹി ഇദാ മാ ബദാ വർഫിഖ് ബിമൻ അൻത ഗാമിസു ഫഇൻ ഹുവ അദ്ദാ ബഅദ ഹഖ്ഖിക ഫർദഹു ഫലൈസ ബിമഖ്ബൂനിൻ അഖുൻ മുതജാവിസു. നിന്റെ സഹോദരനെ നീ മാപ്പ് ചെയ്യുക, വിശാലത ചെയ്യുക. അവനിൽ നിന്ന് എന്തെങ്കിലും കുറവോ ന്യൂനതയോ നിനക്ക് വെളിവായാൽ വർഫിഖ് ബിമൻ അൻത ഗാമിസു, നീ അവൻ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്ന രംഗത്ത് ഏർപ്പെട്ടാൽ, ഒരാളെടുത്തുനിന്ന് ഒരു പ്രശ്നം കണ്ടു, ഒരു കുറവ് കണ്ടു, നമ്മൾ തിരുത്തുകയാണ്, അവനെ വിമർശിക്കുകയാണ്, അവൻ ആക്ഷേപിക്കുകയാണ്, എന്നാൽ പോലും വർഫിഖ്, നീ അവനോട് സൗമ്യമായത് തിരുത്തി കൊടുക്കുക, മാന്യമായത് തിരുത്തി കൊടുക്കുക. അവനെ വഷളാക്കലല്ല, അവന് മാപ്പ് ചെയ്യുക, അവനെ വിട്ടുവീഴ്ച ചെയ്യുക. ഫഇൻ ഹുവ അദ്ദാ ബഅദ ഹഖ്ഖിക ഫർലഹു, അവൻ നിന്നോടൊന്നും ചെയ്തിട്ടില്ല, അവൻ നിന്നോട് ഒരു ഹക്കും വീട്ടിയിട്ടില്ല, എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ അവൻ ചെയ്തു തന്ന എന്തെങ്കിലും ചില നന്മകൾ ഉണ്ടാവും, അതിൻ്റെ പേരിൽ അവനെ തൃപ്തിപ്പെടുക. ഫലൈസ ബിമഖ്ബൂനിൻ അഖുൻ മുതജാവിസു, ഇനി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, ഒരാൾ നമ്മളോട് ദ്രോഹം തന്നെ ചെയ്യുന്നത്, അനീതിയും ദുൽമും തന്നെയാണ് പ്രവർത്തിക്കുന്നത്, എങ്കിലും അവന് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഫലൈസ ബിമഖ്ബൂനിൻ അഖുൻ മുതജാവിസു, വിട്ടുവീഴ്ച നയമാക്കിയ സഹോദരൻ അവൻ ഒരിക്കലും നഷ്ടക്കാരനാവില്ല, അവൻ അതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കില്ല എന്നാണ്. നമ്മളോട് ദുൽമ് ചെയ്തവരോട് വരെ വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടവും ഇല്ല എന്നാണ്, ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കുകയില്ല എന്നാണ് മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയലുണ്ട് ഈ വിഷയങ്ങൾ പറയുമ്പോൾ, മുൻഗാമികൾ ചിലർ അവരെ മുന്നിൽ നടന്ന് ആളുകൾ ആക്ഷേപിക്കുകയാണ്, പ്രകോപിപ്പിക്കുകയാണ്, മുന്നിൽ നടന്ന് ചീത്ത വിളിക്കുക. ഇയ്യാക ആനി, ഈ കേൾക്കുന്ന ആൾ ആ പറയുന്ന ആളെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം മുമ്പിൽ വന്നിട്ട് പറയണം, ഇയ്യാക ആനി, ഞങ്ങളാണ് ഈ പറയുന്നത്, നിന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്, ആക്ഷേപിക്കുന്നത്. അപ്പം എന്താ മറുപടി? അൻക ഉഅരിൽ, എന്നാൽ നിങ്ങളെയാണ് ഞാൻ ഒഴിവാക്കിയത്, എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ എന്നെയാണ് ഒഴിവാക്കിയത്. എന്താ പിന്നെ അവൻ തിരിച്ചു പറയാ? ഇങ്ങനെ ഒരാളോട് നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കും പിന്നെ അവരുടെ മറുപടി? അതാണ് ഏറ്റവും നല്ല മറുപടി, അതായിരിക്കും ഏറ്റവും നല്ല മറുപടി. എന്നോട് നീ 10 പറഞ്ഞാൽ, എന്നോട് നീ 1 പറഞ്ഞാൽ ഞാൻ നിന്നെ 10 തിരിച്ചു പറയും എന്ന് പറഞ്ഞവരോട് എന്നോട് 10 പറഞ്ഞാൽ പോലെ ഒന്നും ഞാൻ നിന്നോട് തിരിച്ചു പറയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. മഹാനായ അഹ്നഫ് ബിൻ ഖൈസ് റഹിമഹുല്ലാ, അദ്ദേഹം ഈ സൗമ്യതയുടെയും വിവേകത്തിൻ്റെയും വിഷയത്തിൽ വളരെ അറിയപ്പെട്ട ആളായിരുന്നു. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നോട് പെരുമാറുന്ന, ഞാനുമായി സംസാരിക്കാൻ വരുന്ന ആളുകൾ, അവരോട് 3-4 സമീപനമായിരിക്കും ഞാൻ സ്വീകരിക്കുക. ഒന്നുകിൽ ഞാനുമായി സംസാരത്തിന് വരുന്ന ആളുകൾ എന്നേക്കാൾ മേലെയുള്ള ആളായിരിക്കും, എന്നേക്കാൾ സ്ഥാനമുള്ള ആളായിരിക്കും. അപ്പം ഞാൻ എന്തു ചെയ്യും? അദ്ദേഹം എന്നേക്കാൾ സ്ഥാനമുള്ള ആളാണല്ലോ, ഞാനൊന്ന് ക്ഷമിച്ചു കൊടുക്കുക, ഞാനൊന്ന് താഴ്ന്നു കൊടുക്കുക എന്ന് വിചാരിക്കും. രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ താഴെയുള്ളവരായിരിക്കും, എന്നേക്കാൾ താഴ്ന്ന സ്ഥാനമുള്ളവർ. നമ്മളിൽ പലരും അങ്ങനെ പറഞ്ഞിട്ടാണ് ആളുകളുടെ മക്കിട്ട്, ഏയ് അവനേക്കാൾ വലിയ കുടുംബത്തിലും തറവാട്ടിലല്ലേ, അവനേക്കാൾ
പൈസ ഉള്ളവനല്ല ഞാൻ, അവനേക്കാൾ പ്രായമുള്ളവനല്ല ഞാൻ, അവനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവനല്ല ഞാൻ. ഇങ്ങനെ പലതും നമ്മൾ മതിക്കും. കാരണം അവർ നമുക്ക് താഴെയുള്ളവരാണ്. ഹനഫ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാ എന്താ പറഞ്ഞു? അവൻ എന്നേക്കാൾ താഴെയുള്ളവനല്ലേ, ഞാൻ എന്തിന് അവനെ പോലെ ആവണം? ഞാൻ ഇസ്സത്തുള്ളവനല്ലേ, ഞാൻ എന്തിന് അവനെ പോലെ ആവണം? അവന് ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ഖലാസ്. ഇനി ആരാ ബാക്കിയുള്ള? സമസമം തന്നെ പോലെയുള്ള ആളുകൾ അവരെന്നോട് ഉടക്കാൻ വന്നാലോ? എൻ്റെ സഹോദരനല്ലേ, ഞാനും അവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്തുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ മൂന്ന് കൂട്ടത്തിലല്ലാതെ മറ്റാരാണ് നമ്മളോട് ഉടക്കാനും പ്രകോപിപ്പിക്കാനും ചൊടിപ്പിക്കാനും പിരിയേറ്റാനും വരിക? ഈ മൂന്നാലൊരു വിഭാഗത്തിലല്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ? പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെയാണ് മുൻഗാമികൾ വിട്ടുവീഴ്ച ചെയ്യാൻ ശീലിപ്പിച്ചതും പഠിപ്പിച്ചതും. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. 29ാമത്തെ കാര്യം അൽ ഇസ്തിഷാറ, കൂടിയാലോചന നടത്തുക എന്നുള്ളതാണ്. അൽ ഇസ്തിഷാറ, കൂടിയാലോചന നടത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ, അല്ല സ്വഹാബികൾ, ശ്രേഷ്ഠരായ അൻസാറുകൾ അവരുടെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞാണ്. സൂറത്ത് ഷൂറയിൽ, ഖുർആനിൽ അഷൂറ, കൂടിയാലോചന എന്ന പേരുള്ള സൂറത്ത് തന്നെ ഉണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളിൽ അൻസാറുകളുടെ വിശേഷണമായി പറഞ്ഞു, അംറുഹും ഷൂറ ബൈനഹും. അൻസാറുകളുടെ പ്രത്യേകതയിൽപ്പെട്ടതായിരുന്നു അവർ കാര്യങ്ങൾ കൂടിയാലോചിച്ച് നടപ്പിലാക്കുന്ന ആളുകളായിരുന്നു. അൽ-ഇമാം അൽ-ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് തന്നെ അൻസാറുകളുടെ പൊതുവായ സ്വഭാവമായിരുന്നു എന്ത്? കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുന്നുള്ളത്. ഇദാ അറാദു അംറൻ തശാവറൂ ഫീഹി, അവരൊരു കാര്യം ഉദ്ദേശിച്ചാൽ അവർ കൂടിയാലോചിക്കും. സുമ്മ അമിലു അലൈഹി, എന്നിട്ട് അത് പ്രവർത്തിക്കും, നടപ്പിലാക്കും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെയുള്ള അൻസാറുകളുടെ ഈ വിശേഷണത്തെ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം പുകഴ്ത്തി. ഫമദഹഹുമുല്ലാഹു തആല ബിഹി അംറുഹും ശൂറാ ബൈനഹും വ അംറുഹും ശൂറാ ബൈനഹും. അൻസാരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പുകഴ്ത്തി. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത്, ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അവിടെയും പറഞ്ഞു വശാവിർഹും ഫിൽ അംർ, അള്ളാഹിന്റെ റസൂലെ നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക. അവരോട് സൗമ്യമായി പെരുമാറിയത് കൊണ്ടാണ് താങ്കളോടൊപ്പം അവർ കൂടിയത്, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോവായിരുന്നു. താങ്കൾ കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നാൽ അങ്ങനെയുള്ള അവരോട് താങ്കൾ വിട്ടുവീഴ്ച ചെയ്യുക, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. വശാവിർഹും ഫിൽ അംർ, അവരോട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക. എന്നിട്ട് പറഞ്ഞു ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, താങ്കൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ, കൂടിയാലോചിച്ച് തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തെ അല്ല അവലംബിക്കേണ്ടത്, മറിച്ച് ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ കാര്യങ്ങൾ തീരുമാനിച്ച് തവക്കുലാക്കണം. അള്ളാഹാണ് നടപ്പിലാക്കി തരേണ്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹുവിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കുന്ന തവക്കുലാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയാലോചിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. എന്തിനാണത്? അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി ഒരു വാക്കും ഉരിയാടൂല. പിന്നെന്തിനാണ് സ്വഹാബികളോട് കൂടിയാലോചിക്കാൻ പറഞ്ഞത്? സ്വഹാബികളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനാണോ പുതിയതായിട്ട്? അല്ല. പണ്ഡിതന്മാർ പറയുന്നു, സ്വഹാബികളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പുതിയ അഭിപ്രായം കിട്ടി അത് നടപ്പിലാക്കാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീയുണ്ട്. മറിച്ച് എന്നിട്ടും സ്വഹാബികളോട് കൂടിയാലോചിക്കാൻ പറഞ്ഞത് മിനൽ ബറകതി വന്നമാ, ആ വിഷയത്തിൽ ബറക്കത്ത് ഉണ്ടാകാനാണ്. അതിനാണ് ഈ കൂടിയാൽ. ഒരു പക്ഷേ ഈ മീറ്റിംഗ് വിളിക്കുന്ന ആൾക്ക് തന്നെ ഒറ്റയ്ക്ക് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഷൂറ, ആ കൂട്ടത്തിൽ ആരും പറയുന്നതിനേക്കാൾ അതിനുവേണ്ടി മുമ്പിൽ നിന്ന് അമീറിനായിരിക്കും ഏറ്റവും ബുദ്ധിയും എക്സ്പീരിയൻസും കഴിവും സാമർഥ്യം ഉള്ളത്. അവന്റെ തീരുമാനം തന്നെയായിരിക്കും നടപ്പിലാവാൻ പോകുന്നതും. എന്നിരുന്നാലും കൂടി യോഗ്യരായ ആളുകളെ വിളിച്ച് കൂടിയാലോചിക്കുന്നത് ബറക്കത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും അതിലുള്ള ബറക്കത്തും ഉദവിയും ഉണ്ടാകാൻ അത് കാരണമാണെന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക എന്നുള്ളത് ബറക്കത്തിനും അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുമുള്ള കാരണമാണ്. തീരുമാനം അതെടുത്തതിന് ശേഷമാണ് നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടത്.
തീരുമാനത്തിന് മുമ്പാണ് നമ്മൾ കൂടിയാലോചിക്കുന്നത്. തീരുമാനം അങ്ങനെ ഉണ്ട്. ചില ആളുകൾ തീരുമാനം എടുത്തിട്ട് സംഘടനാ മീറ്റിംഗ് ഒക്കെ നമുക്ക് ഓർമ്മ തന്നെ, തീരുമാനം നേരത്തെ ഉണ്ടാവും, അതന്നെ ഒരു പാസ്സാക്കുള്ളൂ, പേരിനൊരു ഷൂറ. അതല്ല ഇസ്ലാമിൽ. തീരുമാനമെടുക്കാനാണ് ഷൂറ. ഷൂറ കൂടിയതിനു ശേഷമാണ് തീരുമാനം. അതല്ലാതെ ഞാൻ എൻ്റെ രഹസ്യമായ ഉപജാപ സംഘങ്ങൾ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ടാവും, എന്നിട്ട് പേരിനൊരു മീറ്റിംഗ് വിളിച്ചിട്ട് അതങ്ങ് അടിച്ചേൽപ്പിക്കുക, അതിന് ഷൂറ എന്ന് പറയില്ല. അതുപോലെ തന്നെ എല്ലാവരെയും വിളിച്ചിട്ട്, നാട് മൊത്തം വിളിച്ചിട്ട് ഷൂറ കൂടണമെന്നുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. അതിന് യോഗ്യരായ ആളുകളെയാണ് വിളിച്ചിട്ടാണ് ഷൂറ കൂടേണ്ടത്. എല്ലാവരും അഭിപ്രായം എടുത്തിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവലോകനം നടത്തി, ചർച്ച ചെയ്ത്, പോസ്റ്റ്മോർട്ടം നടത്തി ചർച്ച അവസാനിപ്പിക്കണ വഴി ഉണ്ടാവില്ല. തീരുമാനം ഖിയാമത്ത് നാളെ വരെ നടപ്പിലാവില്ല. അങ്ങനെയല്ല, യോഗ്യരായ ആളുകളെ വിളിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുക. അപ്പൊ ആദ്യം ഷൂറ, പിന്നെ അസ്ം, പിന്നെ തീരുമാനം എടുത്താൽ അത്തവക്കുൽ, അള്ളാഹുവിൽ തവക്കുലാക്കുക. ഇതാണ് ഇസ്ലാമിന്റെ രീതി. സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി. മുഅ്മിനീങ്ങൾ അവരാരു മാത്രമാണ്? അല്ലാഹുവിലും അവന്റെ റസൂലിലും ഈമാനുള്ളവരാണ്. വ ഇദാ കാനൂ മഅഹു, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം അവരാണെങ്കിൽ, അല അംരിൻ ജാമിഇൻ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർ ഒരുമിച്ച് കൂടിയവരാണെങ്കിൽ. ആര്? സ്വഹാബികളെ പറ്റി പറയാണ്. ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനു, അള്ളാന്റെ റസൂലിനോട് സമ്മതം ചോദിക്കാതെ അവർ പുറത്തു പോവില്ലായിരുന്നു. والصلاة والسلام على رسول الله بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أعنا على ذكرك وشكرك وحسن عبادتك والتوفيق إلى طاعتك يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിലും അവൻ്റെ റസൂലിലും ഈമാനുള്ളവരാണ്. അല്ലാഹുവിൻ്റെ റസൂലിനോടൊപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ ഒരുമിച്ച് കൂടിയാൽ, ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിക്കാതെ അവർ പുറത്തു പോകില്ലായിരുന്നു. സ്വഹാബികളെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, സ്വഹാബികൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവർ അല്ലാഹുവിൻ്റെ റസൂലിനോടൊപ്പം ജുമഅക്കോ ഈദിനോ ജമാഅത്തിനോ അതല്ലെങ്കിൽ അവിജ്തിമാഇൻ ഫീ മശൂറത്തിൻ, ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടി സംഘടിച്ച ഒരു കൂടിയിരുത്തത്തിലോ ആയിക്കഴിഞ്ഞാൽ, അതുപോലെയുള്ള എന്തെങ്കിലും, ഇതാണ് അംറുൻ ജാമി എന്ന് പറഞ്ഞ ആളുകൾ ഒരുമിച്ച് കൂടുന്ന രംഗത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. അതിലെന്തു എണ്ണി? ഷൂറ, മശൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനു, അവർ അള്ളാന്റെ റസൂലിനോട് സമ്മതം ചോദിക്കാതെ പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അത്തരം അവസരങ്ങളിൽ ആ ഷൂറയിൽ നിന്ന്, ആ കൂടിയ സംഘത്തിൽ നിന്ന് അനുവാദമില്ലാതെ അവർ പുറത്തു പോകാതിരിക്കട്ടെ. എന്താണ് ഇതിൽ നിന്നുള്ള നമുക്കുള്ള പാഠം? ഇസ്ലാമിൽ കൂടിയാലോചിക്കുക എന്നതിന് അത്രമേൽ സ്ഥാനമുണ്ട് എന്നതാണ്. അനുവാദത്തോടു കൂടിയല്ലാതെ അവിടുന്ന് പിരിയാൻ വരെ പാടില്ല എന്നുള്ളതാണ്. അതാണ് നിയമം. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ യോഗ്യരായ ആളുകൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കൂടിയാലോചിച്ച്, ഈ കൂടിയാലോചിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി വേണം. ഈ കൂടിയാലോചനയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ കഴിവുള്ളവർ വേണം. ഇപ്പം ദീനിയായ രംഗം, ഇപ്പം മസ്ജിദിലൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ദീനി രംഗത്തൊരു അഭിപ്രായ വ്യത്യാസം, ആരാണത് കൂടിയാലോചിക്കേണ്ടത്? നാട്ടിൽ എഞ്ചിനീയറും ഡോക്ടറും അതുപോലെ തന്നെ PGയും PhD ഒക്കെ ഉള്ള ആളുകൾ കൂടിയിട്ടാണോ? ആണോ? ദീൻ പഠിച്ചവരതിൽ വേണം. ദീനി രംഗത്ത് അഭിപ്രായവും തീരുമാനവും നടപ്പിലാക്കാൻ ദീൻ പഠിച്ചവരുണ്ടാകണം. അതല്ലാതെ സാധാരണക്കാർ കൂടിയിട്ട് തീരുമാനിച്ചാൽ തീരുമാനമാവും. അതാ ഞാൻ പറഞ്ഞു, യോഗ്യരായ ആളുകൾ യോഗ്യമായ വിഷയങ്ങൾ തീരുമാനം എടുക്കണം. ഇവിടെ നമ്മൾക്കൊരു കൺസ്ട്രക്ഷൻ വർക്ക് തീരുമാനമാവണം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ദാഇമാരെയും വിളിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ വേണ്ടി മീറ്റിംഗ് കൂടണോ? ആണോ? ഇവിടെ നമുക്കൊരു ബിൽഡിംഗ് എടുക്കണം, അതിനൊരു സ്ഥലം വാങ്ങണം, അതിന് നമ്മുടെ മസ്ജിദുകൾ ഖുത്ബ പറയുന്ന മുമ്പ് കയറുമ്പോൾ എല്ലാ ഖത്തീബിനെയും വിളിച്ചിട്ട് കൂടിയാലോചന നടത്തണം. ഇതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളത് ആവശ്യമുള്ളവരടുത്ത് കൂടിയാലോചിക്കണം എന്നുള്ളതാണ്. ശരി, ഇത് വളരെ വിശാലമായി പറയേണ്ട ഒരു വിഷയമാണ് ഷൂറ എന്നുള്ളത്, അൽ ഇസ്തിശാറ. അത് നമുക്ക് പിന്നീട് അവസരമുണ്ടെങ്കിൽ അതിൻ്റെ മസായിലുകൾ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇതാണ് അടുത്ത കാര്യം. നമ്പർ 30 കാര്യം സ്വലാത്തുൽ ഇസ്തിഖാറ.
സ്വലാത്തുൽ ഇസ്തിഖാറ. നമ്മളിൽ പലരും മറന്നുപോകുന്ന അള്ളാഹുവിൻ്റെ തൗഫീഖ് അനുകൂലമാകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം. മനിസ്തഖാറ റകിബ സവാബ അവിസ്തശാറ അമിനൽ ഇഖാബ. മുൻഗാമികൾ ചിലർ പറഞ്ഞു, ആരാണോ ഇസ്തിഖാറത്ത് നടത്തിയത്, അള്ളാഹുവിനോട് നന്മ തേടി നിസ്കരിച്ചു ദുആ ചെയ്തത്, അവൻ ശരിയിൽ സഞ്ചരിച്ചു. ആരാണോ കൂടിയാലോചിക്കേണ്ടവരോട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി അമിനൽ ഇഖാബ, അവൻ മോശമായ അനന്തര ഫലങ്ങളിൽ നിന്ന് സുരക്ഷിതനായി. ആ തീരുമാനത്തിൽ അവൻ സുരക്ഷിതനായി. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളും? അത്തവക്കുൽ അലല്ലാഹ്, അള്ളാഹുള്ള തവക്കുലുണ്ട് അതിൽ. അതുപോലെ തന്നെ ത്വലബു തൗഫീഖ്, അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കലുണ്ട് അതിൽ. രണ്ടു കാര്യങ്ങൾ നമുക്ക് ആശങ്കയുണ്ടാക്കി. അത് മുന്നോട്ട് പോകണോ അതല്ല അത് ഡ്രോപ്പ് ചെയ്യണോ, ഒഴിവാക്കണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ചെയ്ത് അവനെ തവക്കുലാക്കി അവനോട് തൗഫീഖ് ചോദിച്ചുള്ള മഹത്തായ ഉബൂദിയത്ത് കാഴ്ചവെക്കുന്ന രംഗമാണ് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, വൽ ഇസ്തിഖാറത്തു സിറാജുൽ ഇസ്തിനാറ. ഇസ്തിഖാറത്ത് എന്നുള്ളത് മനുഷ്യന് വെളിച്ചം പരത്തുന്ന വിളക്ക് പോലെയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം അത് സുന്നത്താണ് എന്നുള്ള വിഷയത്തിൽ അവർക്ക് ഇജ്മാ ഉണ്ട്. അത് മുസ്ലിമീങ്ങൾ വ്യാപകമായി നടപ്പിലാക്കേണ്ടുന്ന സുന്നത്താണ് എന്നുള്ള വിഷയത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഈ വിഷയത്തിൽ വന്ന ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളിൽ ഇസ്തിഖാറ നടത്തണം, അള്ളാഹുവിനോട് നന്മയെ ചോദിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിച്ച് അവനോട് ദുആ ചെയ്യണം എന്നത് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. എങ്ങനെ പഠിപ്പിക്കാറുണ്ടായിരുന്നു? കമാ യുഅല്ലിമുന സൂറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നൊരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കാര്യം അതിലാശങ്കയായാൽ അല്ലെങ്കിൽ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, ഒരു കാര്യം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ, ഫൽയർകഅ റകഅതൈൻ മിൻ ഗൈരിൽ ഫരീള, ഫർളല്ലാത്ത 2 റക്അത്ത് അവൻ നിസ്കരിക്കട്ടെ. 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുക. സുമ്മൽ യഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക്, അള്ളാഹുവെ നിന്റെ അറിവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ നന്മ ചോദിക്കുന്നു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക്, നിന്റെ കഴിവിനെ മുൻനിർത്തി നിന്റെ കഴിവിനെ ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക മിൻ ഫദ്ലിക്കൽ അളീം, നിന്റെ മഹത്തായ ഓശാരത്തിനു വേണ്ടി നിന്നോട് ഞാൻ കേഴുന്നു. ഫഇന്നക തഖ്ദിറു വല അഖ്ദിർ, അല്ലാഹുവേ നീയാണ് കഴിവുള്ളവൻ, എനിക്ക് കഴിവില്ല. വതഅലമു വല അഅലം, നീയാണ് എല്ലാം അറിയുന്നവൻ, എനിക്ക് എന്റെ കാര്യം വരെ അറിയില്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ രഹസ്യങ്ങളും എല്ലാ അദൃശ്യങ്ങളും അറിയുന്ന ഒരേ ഒരുവൻ നീ മാത്രമാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്ന ഹാദൽ അംർ ഖൈറുൻ ലി ഫീ ദീനി വ മആശി വ ആഖിബതി അംരി, അല്ലാഹുവേ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് നന്മയാണെങ്കിൽ എൻ്റെ ദീനിലും എൻ്റെ ദുന്യവിയായ ഐഹികമായ കാര്യങ്ങളിലും എൻ്റെ നല്ല പര്യവസാനത്തിനും ഇത് കാരണമാകുന്നുവെങ്കിൽ, ഔ ആജിലി അംരി വ ആജിലി, എനിക്ക് ഇവിടെ പെട്ടെന്ന് അവസാനിക്കുന്നതാകട്ടെ പരലോകത്ത് കാലാകാലം നിലനിൽക്കുന്നതാകട്ടെ, അങ്ങനെയുള്ള നന്മകൾ നേടാൻ പര്യാപ്തമായ കാര്യമാണ് ഇത് എങ്കിൽ ഫഖ്ദുർഹുലി, നീ എനിക്കിത് നടപ്പിലാക്കി തരണമേ. വയസ്സിർഹുലി, നീ എനിക്കിത് എളുപ്പമാക്കി തരണമേ. സുമ്മ ബാരിക് ലീ ഫീഹി, എന്നിട്ട് നീ അതിലെനിക്ക് ബറക്കത്തും ചെയ്യണം. എളുപ്പമാക്കണം, അത് നടപ്പിലാക്കാനുള്ള തൗഫീഖ് ലഭിക്കണം. നിർത്തിയോ? ഇല്ല, പിന്നെ മരണം വരെ അതിൽ ബറക്കത്തും വേണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഖൈറ് നശിക്കാതെ വർധനവോടുകൂടി നിലനിൽക്കുക. 3 കാര്യങ്ങളാണ് ചോദിച്ചത്. അത് എളുപ്പാക്കണം, അതെനിക്ക് നടപ്പിലാക്കി തരണം, എന്നിട്ട് മരിക്കുവോളം അതിലെനിക്ക് നീ ബറക്കത്ത് നൽകണം. വഇൻ കുൻത തഅലം അന്ന ഹാദൽ അംറ ശർറുൻ ലി ഫീ ദീനി വമആശി വആഖിബതി അംരി ഔ ഖാല ഫീ ആജിലി അംരി വആജിലിഹി, ഇനി ഈ കാര്യം എൻ്റെ ദീനിനും എൻ്റെ ദുനിയാവിനും എൻ്റെ പര്യവസാനത്തിനും എൻ്റെ നശ്വരവും അനശ്വരവുമായ കാര്യങ്ങൾക്കും അത് ഷർറാണ് എന്നാണ് നീ അറിയുന്നതെങ്കിൽ, ഫസ്രിഫ്ഹു അന്നി വസ്രിഫ്നി അൻഹു, നീ എന്നിൽ നിന്ന് അതിനകറ്റണമേ, എന്നിൽ നിന്ന് അതിനകറ്റണമേ, എന്നെ അതിൽ നിന്നും നീ അകറ്റണമേ. വഖ്ദുർ ലി അൽ ഖൈർ, അതിനു പകരം ഞാനിത് നന്മയാണെന്ന് ആഗ്രഹിച്ചതാകാം,
നീ അത് ഷർറാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നീ എന്നിൽ നിന്ന് അത് അകറ്റണമേ. എന്നിട്ടോ വഖ്ദുർലി അൽ ഖൈർ, എന്നിട്ട് നന്മ എനിക്ക് നൽകണമേ. ഹൈസുഖാൻ, അതെവിടെയാണെങ്കിലും, ഞാൻ ആഗ്രഹിച്ച നന്മ എവിടെയാണെങ്കിലും നീ അതെനിക്ക് നൽകണമേ. സുമ്മ അർദിനി, എന്നിട്ട് നീ എനിക്കത് തൃപ്തിപ്പെടുത്തി തരണമേ. നിന്റെ വിധി എനിക്ക് തൃപ്തിയുള്ളതാക്കി തീർക്കണമേ. ഖാല ഫയുസമ്മി ഹാജത, ഇത് പറയുമ്പോൾ ഈ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യമാണ് ഉദ്ദേശിച്ചത്? നിക്കാഹാണെങ്കിൽ നിക്കാഹ്, വിവാഹമാണെങ്കിൽ വിവാഹം, അതല്ലെങ്കിൽ കച്ചവടമാണെങ്കിൽ കച്ചവടം, ഇങ്ങനെ എന്ത് തീരുമാനമാണോ എന്ത് വിഷയമാണോ നമ്മൾ ആ കാര്യം അവിടെ പറയണം എന്നത് ഹദീസിൽ വന്നതായി കാണാം. അപ്പം ഇങ്ങനെ ഇസ്തിഖാറത്ത് നടത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അനുകൂലമാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 30-ാമത്തെ കാര്യം. 31-ാമത്തെ കാര്യം അൽ മുഹാഫദത്തു അലൽ അദ്കാരിൽ യൗമിയ്യ, ദിവസവുമുള്ള ദിക്റുകൾ അത് നിലനിർത്തുക എന്നുള്ളതാണ്. ലൗ യഅലമുൽ അബ്ദു മാ ഫി ദിക്രി മിൻ ശറഫിൻ അംദൽ ഹയാത ബിതസ്ബീഹിൻ വതഹ്ലീലിൻ. മുൻഗാമികളിൽ ചിലർ പാടി, നിത്യജീവിതത്തിൽ ദിക്റിനുള്ള ശ്രേഷ്ഠത ഒരാൾ അറിയുകയായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവൻ തസ്ബീഹിലും തഹ്ലീലിലുമായി അവൻ കഴിച്ചുകൂട്ടുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിത്യജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ശറആക്കി നൽകിയ അദ്കാറുകൾ ഒരുപാടുണ്ട്. ഞാൻ എപ്പോഴും പറയലുണ്ട്, അദ്കാറുകളുടെ മലയാളത്തിലുള്ള പുസ്തകം നമുക്ക് ലഭ്യമാണ്. നിത്യജീവിതത്തിലെ ദിക്റുകൾ എന്ന് പറഞ്ഞ അഹ്ലുസുന്ന ബുക്സ് ഇറക്കിയ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട സ്വഹീഹായ ദിക്റുകൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള ദിക്റുകളുടെ ശേഖരം മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷനായി നമുക്ക് ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ ഔറാദ് എന്ന് പറഞ്ഞ അഹ്ലുസുന്ന തന്നെ ഇറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. മലയാളത്തിലുള്ള അതിൻ്റെ ഓഡിയോ അടക്കമുള്ള ആപ്പ് നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ഇൻഡെക്സ്, അതിൻ്റെ മുഖവുര, അതല്ലെങ്കിൽ അതിൻ്റെ ഫിഹ്റിസ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ദിക്റിന് സ്വാധീനമുണ്ടെന്ന്. ഏത് രംഗത്താണ് അത് ഒഴിച്ചു നിർത്താൻ പറ്റാത്തത് എന്നുള്ളത്. ഇങ്ങനെ പൊതുവായ ദിക്റുകൾ, പ്രത്യേകം ചൊല്ലേണ്ട ദിക്റുകൾ, വിശിഷ്യ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഭാര്യയെ സമീപിക്കുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തു കിടക്കുമ്പോൾ, മസ്ജിദിലേക്ക് കയറുമ്പോൾ, ഇങ്ങനെ ഏത് രംഗത്തും മഴ പെയ്യുമ്പോൾ, മഴ കൂടിയാൽ കുറയാൻ, മഴ ഇല്ലാത്തപ്പോൾ ലഭിക്കാൻ, ഇടിവെട്ടിയാൽ, കോഴി കൂവിയാൽ, നായ കുരച്ചാൽ, ഇവിടൊക്കെ നമുക്ക് ദുആ ഉണ്ട്, ദിക്റുണ്ട്. ഏത് രംഗത്തുമുണ്ട്. ഇണയൊത്തുള്ള രഹസ്യവേളയിൽ വരെ നമുക്ക് ദിക്റില്ലായികയില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ, ഇഷ്റാഖിൻ്റെ സമയം വരെ അതേ സ്ഥാനത്ത് തന്നെ ഇരുന്ന് അദ്ദേഹം ദിക്ർ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയാറ്, ഹാദിഹി ഗദ്വതി ഇല്ലം അതഗദ്ദാഹാ ഖാറത് ഖുവായി, ഇതാണ് എൻ്റെ ഭക്ഷണം, എനിക്കുള്ള ഭക്ഷണമാണ്, ഇന്നത്തേക്കുള്ള ഭക്ഷണമാണ്. ഇത് ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ശക്തി നഷ്ടപ്പെടും എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഇങ്ങനെയാണ് മുൻഗാമികൾ ദിക്റുകൾ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്ര താല്പര്യം എടുത്ത് നമ്മൾ മെനക്കെട്ട് സമയം കണ്ടെത്തും അല്ലേ? നോമ്പില്ലാത്ത കാലത്ത് ഭക്ഷണം ഒഴിവാക്കിയിട്ട് കളിയുണ്ട് നമുക്ക്. ചുരുങ്ങിയത് 3 നേരം, 3 പോയിട്ട് 4, 5, 6 ഒക്കെ നേരം മിഷ്ടാന്ന ഭോജനം നടത്തുന്നവരാണ് നമ്മൾ. ഇതുപോലെയായിരുന്നു മുൻഗാമികൾ. റൂഹിനുള്ള, ശരീരത്തിനകത്തെ റൂഹിനുള്ള ഭക്ഷണമായിട്ടാണ് ദിക്റിനെ കണ്ടിരുന്നത്. ഈ ഭക്ഷണം കൊടുത്തവന് റൂഹില്ല എന്നാണ്, അവൻ്റെ കൽബ് മരിച്ച മയ്യത്തിനെ പോലെ ആയിരിക്കുമെന്നാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയട്ടെ, അദ്ദിക്റു ലിൽഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്, കൽബിന് ദിക്റിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്, മീനിന് വെള്ളത്തിന്റെ ആവശ്യകത എന്താണോ അതുപോലെയാണ്. ഫകൈഫ യകൂനു ഹാലു സമകി ഇദാ ഫാറഖൽ മാ, വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും മോനെ മീനിന്റെ അവസ്ഥ? മീന് പടഞ്ഞു ചാവൂലേ? മീൻ പിടിക്കുന്ന ആളുകൾക്ക് അറിയാം. ഇതുപോലെ നമ്മുടെ കൽബിൽ അള്ളാഹിന്റെ ദിക്റില്ലെങ്കിൽ കൽബ് മയ്യിത്താവുന്നതാണ് മുൻഗാമികൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിത്യജീവിതത്തിലെ ദിക്റുകൾ അത് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കും, ഈമാൻ വർദ്ധിപ്പിക്കും. വതയസ്സുറുൽ ഉമൂർ, നമ്മുടെ കാര്യങ്ങളൊക്കെ അത്ഭുതകരമായി എളുപ്പവും. നമ്മൾ ഈ ദിക്റും ദുആയൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പായുന്നുണ്ടല്ലോ തിരക്കിട്ടിട്ട്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ട് 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പോലും സമയമില്ലാതെ തിരക്കിട്ട് പൊടിയും തട്ടി ഓടലാണ് നമ്മൾ അല്ലേ? ഈ പായണ എന്തിനാണ്? നമ്മളെ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ്. കച്ചവടം അവിടെ മുടക്കും, പീക്ക് ടൈമാണ്. എന്തായി പറയുന്നത്? കുടുംബത്തെ പോറ്റണ്ടേ? ഈ ജാതി വർത്താനങ്ങളൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്.
വയജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. അള്ളാഹു എളുപ്പം ചെയ്യുന്നതാണ്. അള്ളാഹ്ക്ക് വേണ്ടി അവനെ തഖ്വ ചെയ്ത് നീ അവനെ സ്മരിച്ച് അവനെ ദിക്ർ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു എളുപ്പം തരും. അള്ളാഹ് തരാന്ന് പറഞ്ഞ എളുപ്പത്തിനുള്ള കാരണം ഒഴിവാക്കിയിട്ട് നമ്മളാ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം. അതാണ് നമ്മളെ കഥ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലുസൂമു തൗഫീഖ്, ഒപ്പം അള്ളാഹിനെ ദിക്ർ ചെയ്താൽ തൗഫീഖ് അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഒഴിച്ചു നിർത്തുന്ന സംഭവം ഉണ്ടാവില്ല. വസുറൂറുൽ ഖൽബി വഉൻസുഹ്, മാത്രമല്ല ഹൃദയത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ആശ്വാസവുമായിരിക്കും. വതുമഅനീനത്തുൻ നഫ്സി വറാഹത്തുൽ ബാൽ, അവന്റെ അവസ്ഥ നന്നാകും, അവന്റെ മനസ്സ് സ്വസ്ഥമാകും. അതുപോലെ തന്നെ കമാ യഹ്സുലു ബിഹൽ ഹിഫ്ളു മിനൽ ആഫാതി വശുറൂർ, സകല തിന്മകളിൽ നിന്നും സകല മോശത്തരങ്ങളിൽ നിന്നും നമ്മൾ ഭയക്കുന്ന ആഫാത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് അത്ഭുതകരമായി അവന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നൽകുന്നതാണ്. ഇതൊക്കെയാണ് ദിക്ർ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ചുരുക്കി പറഞ്ഞാൽ. അതുകൊണ്ട് മുഅ്മിൻ അലൈക ബിദിക്രില്ലാഹി ഫീ കുല്ലി ലഹ്ളത്തിൻ ഫമാ ഖാബ അബ്ദുൽ ലിൽ മുഹൈമിൻ യദ്കുറു, എല്ലാ നിമിഷവും നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിനെ നിർഭയത്വം നൽകുന്ന അഭയകേന്ദ്രമായ മുഹൈമിനായ റബ്ബിനെ ദിക്ർ ചെയ്യുന്നവൻ ഒരിക്കലും നഷ്ടക്കാരനാവുകയില്ല. അള്ളാഹിനെ ദിക്ർ ചെയ്തതുകൊണ്ട് നിനക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല എന്ന് മുൻഗാമികൾ പറയുന്നു. ഇതാണ് 31-ാമത്തെ കാര്യം. 32-ാമത്തെ കാര്യം, 2-3 കാര്യങ്ങൾ കൂടി ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാം. അദ്ദുആ പ്രാർത്ഥനയാണ്. വമിഫ്താഹു തൗഫീഖിൽ ഫതാ സിദ്ഖു റഗ്ബത്തിൻ വറഹ്ബതുഹു സുമ്മ അദ്ദുആഉൽ മുകറമു. അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കാൻ നീ കാത്തു സൂക്ഷിക്കേണ്ട താക്കോൽ എന്ന് പറഞ്ഞാൽ അത് ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ആദരണീയനായ റബ്ബിനോട് നിന്റെ ആവശ്യങ്ങൾ ചോദിക്കുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്നുള്ളതാണ്. നിനക്ക് അള്ളാഹിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള താക്കോൽ ഇതാണ്. മുൻഗാമികൾ ചില പറഞ്ഞു അൽ മിഫ്താഹു കുല്ലി ഖൈരിൻ, അദ്ദുആഉ മിഫ്താഹു കുല്ലി ഖൈരിൻ, എല്ലാ നന്മയുടെയും താക്കോൽ ദുആ ആണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഏറ്റവും ഉപകാരപ്രദമായ ദുആ ഏതാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന, അവന്റെ തൃപ്തി അനുകൂലമാകുന്ന ദുആ ആണ്, അത് അള്ളാഹിനോട് ചോദിക്കുന്ന ദുആ ആണ് ഏറ്റവും ഉപകാരപ്രദമായ ദുആ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഏറ്റവും ഉപകാരപ്രദമായ ദുആ ആയി ഞാൻ കണ്ടെത്തി സൂറത്തുൽ ഫാത്തിഹയിൽ എൻ്റെ കണ്ണുടക്കി, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അള്ളാഹുവിനോട് എല്ലാ കാര്യത്തിലും എന്നെ നീ സഹായിക്കണമേ എന്ന് ചോദിക്കും. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നീ എന്നെ സഹായിക്കണമേ, നിന്നോട് ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. അള്ളാഹുവിൻ്റെ സഹായം അത് ലഭിച്ചുകൊണ്ടിരിക്കാൻ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹിൻ്റെ സഹായം ലഭിച്ചാൽ എന്താണ് നമുക്ക് എളുപ്പമാവാത്തത്? എന്താണ് നമ്മൾ ആഗ്രഹിക്കാത്തത്, തട്ടിമാറാത്തത്? അപ്പൊ അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കുക എന്ന ദുആഇനേക്കാൾ ശ്രേഷ്ഠമായൊരു ദുആ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം പറയാണ്. അദ്ദുആഉ സിലാഹുൽ അഖ്വിയാ വദ്ദുഅഫാഇ വമുലാദുൽ അംബിയാഇ വൽ അസ്ഫിയാഇ വബിഹി യസ്തദ്ഫിഊന കുല്ല ബലാഇൻ. ശക്തരും ദുർബലരുമായിട്ടുള്ള എല്ലാ തരക്കാരായിട്ടുള്ള മനുഷ്യന്മാരുടെയും ആയുധമാണ്, വജ്രായുധമാണ് ദുആ. ഇബ്നു സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വമലാദുൽ അംബിയാഇ വൽ അസ്ഫിയാ, അംബിയാക്കളുടെയും പരിശുദ്ധരായ മുഅ്മിനീങ്ങളുടെയും അഭയമാണ്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള അഭയമാണ് ദുആ. യസ്തദ്ഫിഊന കുല്ല ബലാഇൻ, എല്ലാ വിപത്തുകളും നമ്മെ തൊട്ട് തടയപ്പെടുന്ന, അതിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന മഹത്തായ കാരണമാണ് ദുആ. അതുകൊണ്ട് ദുആ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. 33-ാമത്തെ കാര്യം അത്തൗഫീഖു ലിൽ അസ്ബാബിൽ മുതഖദ്ദിമ. ഇതാണ് അവസാനത്തെ കാര്യം, അവസാനിപ്പിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ 32 കാരണങ്ങൾ പറഞ്ഞു, അസ്ബാബുകൾ പറഞ്ഞു. ഈ കാരണങ്ങൾക്കെല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുക. ഈ കാരണങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹിൻ്റെ തൗഫീഖ് വേണ്ടേ? എങ്കിലല്ലേ ആ കാരണങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാലേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് വ്യാപകമായി നമുക്ക് ലഭിക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ കാരണങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ എണ്ണി പറഞ്ഞ കാരണങ്ങളൊക്കെ അവൻ കേവലം കാരണം മാത്രമായി നിശ്ചയിച്ചതാണ്. ഇദാ ലം യകുൻ ഔനുൻ മിനല്ലാഹി ലിൽ ഫതാ ഫഅക്സറു മാ യജ്നി അലൈഹി ഇജ്തിഹാദു. ഇതിനൊന്നും അള്ളാഹുവിൻ്റെ സഹായം ഇല്ലെങ്കിലോ, ഈ കാരണങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ സഹായവും തൗഫീഖ് ഇല്ലെങ്കിലോ, നമ്മുടെ പണികൾ മുഴുവൻ
പാഴ്വേലയായി മാറും. നമ്മുടെ പണി നമുക്കെതിരായി മാറും. നമ്മുടെ പരിശ്രമങ്ങൾ അത് പാഴായി പോകും. അപ്പോൾ ഇതു കാരണങ്ങളാണ്. ഈ കാരണങ്ങളെ എല്ലാം അവലംബിക്കേണ്ടത്. ഈ കാരണങ്ങൾ പ്രവർത്തിക്കാനും ഈ കാരണങ്ങൾ നമുക്ക് അനുകൂലമാകാനും ആരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്? അള്ളാഹുവിനെയാണ് അവലംബിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലാണ് ഈ കാരണങ്ങൾ ചെയ്യാൻ വരെ നമുക്ക് സാധിക്കുള്ളൂ. ഈ കാരണങ്ങൾ നമുക്ക് അനുകൂലമാകുകയുള്ളൂ. ഫറുബ്ബമാ സഅൽ ഫർദു ബികുല്ലി സബബിൻ ഫലം യഫ്ലിഹ്. ഇനി ചില ആളുകൾ ഈ കാരണങ്ങളൊക്കെ പ്രവർത്തിച്ചു. ഈ പറഞ്ഞ 32 കാര്യവും പ്രവർത്തിച്ചു, 32 കാര്യവും അവൻ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ 30 കാര്യവും അവൻ പ്രവർത്തിച്ചു. അവന് വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവനറിയാത്ത മറ്റൊരു കാരണം ചിലപ്പോൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതവന് തുറന്നു കൊടുക്കും. അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ചാൽ അവൻ്റെ സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതായിരിക്കും കാരണം. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? നമ്മൾ നമ്മുടെ ഒരു ആവശ്യം നേടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാവും, അങ്ങനെ പല പ്ലാനിങ്ങും നമ്മൾ നടത്തും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികളും ഫ്ലോപ്പായി പോകും. എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടും. നമ്മുടെ ചിന്തയുടെ ഏഴയലത്ത് പോലും വരാത്ത ഒരു ലൂപ്പ് ഹോളിലൂടെ ഒരു പുതിയ മാർഗം തുറന്നു വരും. അതിലൂടെ ഉള്ള കാര്യം നടപ്പിലാക്കും. സംഭവിച്ചിട്ടില്ലേ? നമ്മുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ അത് അന്നേ വരെ എല്ലാ പടപ്പുകളും ആ രംഗത്ത് പയറ്റി തെളിഞ്ഞ കാരണങ്ങളായിരിക്കും. അതൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു കാരണമായി മാറിയിട്ടില്ല. കാരണം എന്താണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക. ആ കാരണത്തെ കാരണമായി മാത്രമേ നമ്മൾ കാണാവൂ. അതുകൊണ്ട് നമുക്ക് കാര്യം നടപ്പിലാക്കുന്നവൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. അവലംബം പൂർണ്ണമായി അള്ളാഹുലേക്ക് മാത്രം. ഈ വിഷയം നമ്മൾ മുൻപ് കുറച്ച് വിശദമായി പറഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്ത് നൽകുന്നവൻ. അവനാണ് തൗഫീഖ് നൽകുന്നവൻ. അവനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ്റെ പ്രകാശത്തിലേക്ക് അവൻ വഴി നടത്തുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തൗഫീഖ് നൽകുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സത്യം പുൽകാനുള്ള ഭാഗ്യം നൽകുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നീയത്ത് അവൻ നന്നാക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ അന്തരംഗം അവൻ വിശുദ്ധമാക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയം അവൻ വിശാലമാക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങൾ ഞാൻ നേരെ മലയാളത്തിൽ എനിക്ക് പറഞ്ഞുതരാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആയത്തുകൾ കൺകൊണ്ട് കണ്ട് തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാനും അവനവൻ്റെ ഖുർആനിൽ അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഖുർആനിൻ്റെ പ്രകാശം മനസ്സിലാക്കാനും അവൻ തൗഫീഖ് നൽകും. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. അള്ളാഹു പറഞ്ഞ പോലെ നിങ്ങൾക്കിതാ നാം വ്യക്തമായ പ്രകാശം അവതരിപ്പിച്ചിരിക്കുന്നു. ഹത്തത്മഅന്ന ബിഹാ ഫുആദു. അങ്ങനെ അവൻ്റെ ഹൃദയം സമാധാനപൂർണ്ണമാകും. അവൻ സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും ഹിദായത്ത് ലഭിക്കുന്നവനാകും. അവന് ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ നന്മയും ലഭിക്കും. ഇങ്ങനെ അവൻ്റെ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുകൂലമാക്കും. പക്ഷേ എന്താണ് അതിൻ്റെ കാരണം, രഹസ്യം, കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ മശീഅത്ത്. അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹുവാണ് ഹിദായത്ത് നൽകുന്നവൻ. അള്ളാഹുവിനറിയാം ആർക്കത് നൽകണം, ആർക്കത് തടയണം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഹിദായത്ത് നൽകുന്നു, അവൻ ഉദ്ദേശിക്കാത്തവർക്ക് അവൻ തടയുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉദ്ദേശം നമുക്ക് അനുകൂലമാകാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇദാ ലം യകുത് തൗഫീഖു ഔനൻ ലിതാലിബിൻ ത്വരീഖൽ ഹുദാ അഅയത് അലൈഹി മതാലിബു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും തൗഫീഖും ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിൻ്റെ വഴികൾ അന്വേഷിക്കുന്ന ഒരുത്തൻ അത് തേടി 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 ക്ഷീണിച്ചു കുഴഞ്ഞു പോകാന്നല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാകുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നവന് അത് അന്വേഷിച്ച് കുഴങ്ങാന്നല്ലാതെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാത്തിടത്തോളം അവന് സത്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പം അള്ളാഹുവിൻ്റെ തൗഫീഖാണ് പ്രധാനം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.